നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോപ്രോയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ലോഞ്ചായ ഗോപ്രോ 9നെ കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ സ്പെക്സുകളെ കുറിച്ചും എല്ലാമാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറയ്ക്ക് വന്നേക്കുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് സ്ക്രീനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടത്തെ അതായത് ഗോപ്രോ 8ന് ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള സ്ക്രീൻ ഇല്ലായിരുന്നു. സോ വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാര്യം സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യുന്നതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഗോപ്രോ 9ൽ ഫ്രണ്ട് സ്ക്രീൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ബിഗ്ഗസ്റ്റ് വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിഗ്ഗർ റെസൊല്യൂഷനാണ്. ഏകദേശം 12 മെഗാ പിക്സലിൽ നിന്ന് ഡയറക്റ്റായിട്ട് 20 മെഗാ പിക്സലിലേക്ക് ക്യാമറ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ വളരെ നല്ലൊരു ഇമേജ് ക്വാളിറ്റി തന്നെ ഈ 20 മെഗാ പിക്സലിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡും അതുപോലെ തന്നെ 5Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡും ഷൂട്ട് ചെയ്യാനുള്ള കഴിവ് ഈ ഗോപ്രോ 9 അതുപോലെ തന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0 അതേപോലെ തന്നെ ടൈം റാപ്പ് 3.0 എന്നിവ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ക്യാപ്ചർ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഏകദേശം നമുക്കിപ്പോൾ 30 മിനിറ്റത്തെ വീഡിയോ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ 30 മിനിറ്റ് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്തോളും. അതേപോലെ തന്നെ ഇതിനകത്ത് 8x സ്ലോ മോഷൻ വരെ ഷൂട്ട് ചെയ്യാം. ഇതിൻ്റെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 MB/s ആണ് ഇതിൻ്റെ ബിറ്റ് റേറ്റ്. ഇനി നമുക്ക് കണക്ടിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വൈഫൈയും ബ്ലൂടൂത്തും എനേബിൾഡ് ആണ്. അതേപോലെ തന്നെ GPS ഉണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഇതാണ്. ഈ ഹാൻഡ് സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പ് അല്ലെങ്കിൽ 3 സെക്കൻഡ് മുമ്പ് ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൂമെൻറ്റ് കഴിഞ്ഞു പോയല്ലോ, പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഹാൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 30 സെക്കൻഡ് അല്ലെങ്കിൽ ആ ടൈം ഡ്യൂറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോണതിന് 30 സെക്കൻഡ് മുമ്പേ ഉള്ള ഷോട്ടും അത് ക്യാപ്ചർ. പിന്നെ ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഏകദേശം ഒരു റീചാർജബിൾ ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഒരു മൗണ്ട് വരുന്നുണ്ട്. അഡ്ഹസീവാണ് കർവ്ഡ് ആയിട്ടുള്ള മൗണ്ട്. അതേപോലെ തന്നെ ഒരു മൗണ്ടിങ് ബക്കിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ USB കേബിളും തം സ്ക്രൂവും ക്യാമറ കേസുമാണ് ബോക്സിൽ വരുന്നത്. പിന്നെ ഇതിന് 2 വേരിയൻറ്റിലാണ് ഇത് വിൽക്കുന്നത്. ഒന്ന് ഹീറോ 9+ സബ്സ്ക്രിപ്ഷൻ പാക്കും ഒന്ന് ഹീറോ ബണ്ടിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ പാക്കുമാണ്. രണ്ടായിട്ടാണ് വിൽക്കുന്നത്. ഏകദേശം 36,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസാണ് സാധാ, അതായത് ഹീറോ 9+ സബ്സ്ക്രിപ്ഷൻ പാക്കിന്. ഇത്രയുമാണ് നമ്മുടെ ഹീറോ 9നെ കുറിച്ചുള്ള വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.